ലൈഫ് എക്സ്പെക്റ്റൻസി ഇപ്പോൾ കൂടി വരാം നമ്മുടെ ലോകത്ത്. പണ്ടൊക്കെ നമുക്ക് സ്വാതന്ത്ര്യം കിട്ടുന്ന കാലത്ത് വളരെ കുറച്ച് ലൈഫ് എക്സ്പെക്റ്റൻസി, അതായത് ജനിച്ചാൽ എത്ര കാലം ജീവിക്കും എന്നുള്ള ലൈഫ് എക്സ്പെക്റ്റൻസി വളരെ കുറവായിരുന്നെങ്കിൽ ഇപ്പോൾ അത് വളരെ കൂടുതലാണ്. ഇപ്പോൾ 75ഒക്കെയാണ് കേരളത്തിൽ ലൈഫ് എക്സ്പെക്റ്റൻസി. അത് മെയിൻ കാരണം നമ്മളെ ചികിത്സ, പല രോഗങ്ങൾക്കുള്ള ചികിത്സ, ഷുഗർ, പ്രഷർ, കൊളസ്ട്രോൾ, അതിനൊക്കെയുള്ള ചികിത്സ വന്നുകൊണ്ടാണ്. ഇപ്പോൾ പുതിയ ചികിത്സ ഒബിസിറ്റി, അമിതവണ്ണത്തിനുള്ള പുതിയ ചികിത്സ ഇറങ്ങിയിട്ടുണ്ട്. ഇഞ്ചക്ഷൻ, സെമാഗ്ലൂട്ടൈഡ്, ടിർസപാറ്റൈഡ്, അങ്ങനത്തെ ഇഞ്ചക്ഷൻസ് ഇറങ്ങിയ കാരണം ഇനി ലൈഫ് എക്സ്പെക്റ്റൻസി കൂടിക്കൊണ്ടിരിക്കും. കാരണം ഇതിനു മുമ്പ് വരെ നമുക്ക് അമിതവണ്ണത്തിന് വലിയ ചികിത്സ ഇല്ലായിരുന്നു. അപ്പോൾ ഈ ലൈഫ് എക്സ്പെക്റ്റൻസി കൂടുമ്പോൾ വരുന്ന ഒരു മേജർ അസുഖമാണ് ഓർമ്മക്കുറവ്, ഡിമെൻഷ്യ. കാരണം നമുക്ക് പ്രായമാകുമ്പോൾ വരുന്ന ഒരു അസുഖമാണ് ഡിമെൻഷ്യ. ഡിമെൻഷ്യയിൽ പല കാരണങ്ങളുണ്ട്. ഡിമെൻഷ്യയിൽ ഏറ്റവും കോമൺ ആയിട്ടുള്ള കാരണം അൽസൈമേഴ്സ് ഡിസീസാണ്. അൽസൈമേഴ്സ് ഡിമെൻഷ്യ നിങ്ങൾ സിനിമയിലൊക്കെ കണ്ട് കാണും. മോഹൻലാലിൻ്റെ സിനിമയിലൊക്കെ, തന്മാത്രയിലൊക്കെ കണ്ട പോലത്തെ ഓർമ്മക്കുറവ് വരുന്ന അസുഖം. അതായത് തലച്ചോറിൻ്റെ നെർവുകളുടെ എണ്ണം ചുരുങ്ങി വരുന്നു. അപ്പോൾ ഓർമ്മക്കുറവ് കൂടി വരുന്നു. ഇതിന് എങ്ങനെ അൽസൈമേഴ്സ് വരാൻ മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ പ്രായക്കൂടുതൽ, പിന്നെ ജെനറ്റിക് കോസ്, പാരമ്പര്യമായിട്ടുള്ള കാരണങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ലക്ഷണങ്ങളെന്ന് പറഞ്ഞാൽ നമ്മുടെ തലച്ചോറിലെ ഓരോ ലോബ്, ഓരോ സ്ഥലം അഫക്റ്റ് ചെയ്യുന്ന പോലെ അനുസരിച്ചിരിക്കും. ഫോർ എക്സാമ്പിൾ, ഫ്രണ്ടിലുള്ള ഫ്രോണ്ടൽ ലോബ് ചുരുങ്ങുമ്പോൾ സ്വഭാവത്തിൽ കുഴപ്പങ്ങൾ കാണും. ടെമ്പറൽ ലോബ് ചുരുങ്ങുമ്പോൾ ഓർമ്മക്കുറവ്, പറൈറ്റൽ ലോബ് ചുരുങ്ങുമ്പോൾ വിഷ്വോസ്പേഷ്യൽ ഡിസോർഡേഴ്സ്, അതായത് സ്ഥലകാല ബോധം നഷ്ടപ്പെടും. ആ സിനിമ ആലോചിച്ചാൽ നിങ്ങൾക്ക് അതിലെല്ലാം അത് വരുന്നുണ്ട്. ഓക്സിപിറ്റൽ ലോബ് ചുരുങ്ങുമ്പോൾ കാഴ്ചയുടെ പ്രശ്നങ്ങൾ. അപ്പോൾ ആ സിനിമയിൽ അതെല്ലാം കാണിക്കുന്നുണ്ട്. ആക്ച്വലി ഇത് വെച്ച് കോറിലേറ്റ് ചെയ്ത് നിങ്ങൾക്ക് എടുക്കാൻ പറ്റും. അങ്ങനത്തെ ലക്ഷണങ്ങൾ കാണുന്നുണ്ട്. ഇപ്പോൾ വഴി തെറ്റി പോവുക, വീട്ടിനുള്ളിൽ തന്നെ മുറികൾ മാറിപ്പോവുക, അങ്ങനെയൊക്കെ വരാറുണ്ട്. അപ്പോൾ യൂഷ്വലി പ്രായമായ ആൾക്കാർക്ക് ഈ ലക്ഷണം കാണുമ്പോൾ അവരുടെ റിലേറ്റീവ്സ് ആണ് കൊണ്ടുവരുന്നത് നമ്മളെ അടുത്ത് ഓർമ്മക്കുറവുണ്ടെന്ന് പറഞ്ഞിട്ട്. അല്ലാത്ത ചില അസുഖങ്ങൾ ചികിത്സിച്ച് മാറ്റാൻ പറ്റുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ, തൈറോയ്ഡ് ഹോർമോൺ കുറഞ്ഞ ഹൈപ്പോതൈറോയിഡിസം, അല്ലെങ്കിൽ ചില വൈറ്റമിൻ ഡെഫിഷ്യൻസി, B12 വൈറ്റമിൻ കുറവ്, ഇതൊക്കെ നമുക്ക് നോക്കണം. ഇതൊക്കെയാണോ കാരണങ്ങളെന്ന്. അതൊക്കെ ആണെങ്കിൽ അത് ചികിത്സിച്ച് മാറ്റാൻ പറ്റും. അല്ലാതെ അൽഷൈമേഴ്സിന് തീർച്ചയായിട്ടും മാറ്റാൻ പറ്റത്തില്ല. ഒരു പരിധി വരെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ചില ടാബ്ലറ്റ്സ് ഒക്കെ അവൈലബിൾ ആയിട്ടുണ്ട്. എങ്ങനെയാണ് നമുക്ക് ഡിമെൻഷ്യ പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റുന്ന പലരും ചോദിക്കുന്നുണ്ട്. മെയിനായിട്ട് ഡിമെൻഷ്യ പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഫിസിക്കൽ എക്സസൈസാണ്. എക്സസൈസ് ചെയ്യുക എന്നുള്ളത്. കാരണം എല്ലാ മെൻ്റൽ ഡിസീസുകൾക്കും ഫിസിക്കൽ എക്സസൈസ് ഭയങ്കര ഇമ്പോർട്ടൻ്റാണ്. ഫിസിക്കൽ അല്ലെങ്കിൽ മെൻ്റലും ഭയങ്കരമായിട്ട് കോറിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു സാധനമാണ്. ഫിസിക്കൽ എക്സസൈസ് ചെയ്താൽ മെൻ്റൽ ഡിസീസ് നല്ല ഇഫക്റ്റ് ചെയ്യും. അതായത് ഡിമെൻഷ്യയ്ക്കും അതുപോലെ തന്നെ ഫിസിക്കൽ എക്സസൈസ് ചെയ്യുന്ന ഡിമെൻഷ്യ പ്രിവെൻറ്റ് ചെയ്യാൻ ഒരു കാരണമാണ്. പിന്നെ നമ്മൾ മെൻ്റൽ എക്സസൈസുകൾ ചെയ്യുക എന്നൊക്കെ, പുതിയ കാര്യങ്ങൾ പഠിക്കുക, എപ്പോഴും ആക്റ്റീവായിട്ടിരിക്കുക, സോഷ്യൽ ലൈഫ് കുറച്ചും കൂടെ ആക്റ്റീവായിട്ടിരിക്കുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതാണ് പ്രിവെൻഷൻ. പിന്നെ നമുക്ക് ഈ റിസ്ക് ഫാക്ടേഴ്സ് ആയിട്ടുള്ള സാധനങ്ങളൊക്കെ എപ്പോഴും കുറയ്ക്കുക. ഈ പറഞ്ഞ പോലെ ഒബിസിറ്റി, അമിതവണ്ണം, അതെല്ലാം കുറയ്ക്കാനുള്ള കാര്യങ്ങൾ ചെയ്യാം.